ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ലഹരിയുടെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട അക്രമകാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലും സൈക്കാട്രിക് പ്രൊഫസറും കൂടിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് പുന്നൂസാണ്. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നിരവധിയായിട്ട് കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. അപ്പോൾ എന്താണ് ഒരു ലഹരി എന്ന് പറയുന്നത്? അത് എന്താണ് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം? അത് എന്തൊക്കെയാണ്? ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ മുന്നോട്ട് വന്ന് നമ്മുടെ ശ്രദ്ധയിൽ അതൊരു വലിയ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഒരു വയലൻസ് ഉണ്ടാകുന്നു, അത് പൊതുസമൂഹത്തിലോ ക്യാമ്പസുകളിലോ ഒക്കെ ഒരു വയലൻസോ അല്ലെങ്കിൽ അതൊരു ആത്മഹത്യയോ ഒക്കെ വരുമ്പോഴത്തേക്കിന് അതിനെ ഒരു ശ്രദ്ധ കിട്ടുന്നുണ്ട്, വിസിബിലിറ്റി വരുന്നുണ്ട്. പക്ഷേ അതിലേറെ ഐസ്ബർഗിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മളെ ദൃശ്യമായി കാണുന്നതിൻ്റെയൊക്കെ പല മടങ്ങ് അദൃശ്യമായി നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ എന്താണ് ലഹരി എന്ന് പറഞ്ഞാൽ അത് വളരെ ജീവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ആഹ്ലാദം, ഉത്തേജനം, ശാന്തത, ഇതൊക്കെ മനസ്സിൻ്റെ വികാരങ്ങളാണ്. ഇത് സാധാരണ ലെവലിൽ കിട്ടുന്നതിനേക്കാളും വളരെ ഉയർന്ന അളവിൽ മനുഷ്യ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന അല്ലെ ഉത്തേജനം ലഭിക്കുന്ന അല്ലെ അമിതമായ ശാന്തത താൽക്കാലികമായി ലഭിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ, അതാണ് പൊതുവേ നമ്മൾ ലഹരി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന രാസപദാർത്ഥങ്ങൾ നമുക്ക് പരിചിതമായിട്ടുള്ളത് മദ്യവും പുകയിലയൊക്കെ ആയിരുന്നു ഈ അടുത്ത കാലം വരെ. ഒരുപക്ഷെ മൂന്നാമതായിട്ട് കനാബിസ്, കഞ്ചാവും വരും. പക്ഷേ സമീപകാലത്തായിട്ട് ഏതാണ്ട് 10 തരത്തിലുള്ള 10 കാറ്റഗറീസ്, 10 എണ്ണമെന്നല്ല, അതിൽ ഓരോന്നിനും ഉള്ളിൽ തന്നെ ഡസൻ കണക്കിന് ഉപവിഭാഗങ്ങളൊക്കെ വേറെ ഉണ്ട്. ധാരാളം സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസ്, മോളിക്യൂൾസ് ഈ ലഹരി പദാർത്ഥങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയിൽ വ്യാപകമായ പ്രചാരം നേടിത്തുടങ്ങി. ഇത് ഏതാണ്ടൊരു കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ഉണ്ടായി വന്നൊരു ട്രെൻഡാണ്. അതിപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സല്ലേ, അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ്റെ തലച്ചോറിലെ മനുഷ്യ മസ്തിഷ്കത്തിനെ അമിതമായിട്ട് ഉത്തേജിപ്പിക്കുകയും അമിതമായിട്ട് ക്ഷിപ്രമായ വളരെ വേഗത്തിൽ ആഹ്ലാദ അനുഭവങ്ങൾ കൊടുക്കുകയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയും അമിതമായ ശാന്തത താൽക്കാലികമായിട്ടെങ്കിലും പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുക്കളെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രവണത കൂടുതലായിട്ട് വരികയും അത് ക്രമേണ വർദ്ധിച്ച ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ലഹരി ഉപയോഗം അല്ലെ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെ അതിനെ ഒരു തകരാറായിട്ട് അല്ലെ ഒരു രോഗാവസ്ഥയിലേക്ക് തന്നെ നമ്മൾ എത്തുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ശരി ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഒരു രോഗാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണെന്ന്. സ്വാഭാവികമായിട്ടും നമ്മുടെ മാനസിക അവസ്ഥയെയാണ് ഇത് കൂടുതലായിട്ടും, എനിക്ക് തോന്നുന്നു അതിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ അത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക? അത് തീർച്ചയായിട്ടും പലപ്പോഴും ലഹരി ഉപയോഗം തുടങ്ങുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനായിട്ടാണ്, ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫങ്ഷൻസ് എന്തെങ്കിലും വരുമ്പോൾ അവിടെ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്നു, ഞാനും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉദ്വേഗം, ആകാംക്ഷ, ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ ഒക്കെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നതിൻ്റെ പ്രധാന 2 വഴികൾ: ഒന്ന് എക്സ്പെരിമെൻറ്റേഷൻ, പരീക്ഷണം; 2 സോഷ്യൽ യൂസ്, സാമൂഹികമായിട്ടുള്ള അംഗീകാരത്തിന് വേണ്ടി അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു ലെവലിൽ അത് രോഗമല്ല. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലഹരി അത് ഏത് രൂപത്തിലാണെങ്കിലും, ദ്രാവകമായിട്ടാണെങ്കിലും വാതകമാണെങ്കിലും സോളിഡായിട്ടാണെങ്കിലും ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ തലച്ചോറിലെത്തി അവിടെ ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. ഡോപ്പമീൻ എന്ന് പറയുന്ന രാസവസ്തു തലച്ചോറിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് വലിയ ആഹ്ലാദാനുഭവങ്ങളിലേക്കും മതിഭ്രമങ്ങളിലേക്കും ഉത്തേജനങ്ങളിലേക്കും ശാന്തതയിലേക്കും ഒക്കെ നയിക്കാം. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ എക്സ്പെരിമെൻറ്റേഷനും സോഷ്യൽ യൂസും സാമൂഹിക ഉപയോഗവും പരീക്ഷണവും ക്രമേണ എസ്കലേറ്റ് ചെയ്യുന്നു. അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ടോളറൻസ് എന്ന് പറയുന്നു. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ആദ്യം ഒരു ചെറിയ അളവ് ഉപയോഗിച്ചിരുന്ന ആൾക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നു, എന്നാലേ അതേ ആഹ്ലാദം കിട്ടുന്നുള്ളൂ. അങ്ങനെ ക്രമേണ ടോളറൻസ് എന്ന് പറയുന്ന
ഒരു അവസ്ഥ തലച്ചോറിൽ രൂപപ്പെടുകയാണ്. പിന്നീട് വരുന്ന ഒരു പ്രശ്നം, ഈ ലഹരി വസ്തു അതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയോ നീക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിന് പിന്മാറ്റ ലക്ഷണങ്ങൾ, വിഡ്രോവൽ സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ലഹരി കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. മൂന്നാമത്തേത് ക്രേവിങ്, അതായത് വളരെയധികം ആസക്തി അനുഭവപ്പെടുന്നു. ലഹരി വസ്തുക്കൾ ഒരു പക്ഷേ ബോധവൽക്കരണ ക്ലാസ് കേട്ടിട്ടോ അല്ലെ മറ്റു രീതിയിലൊക്കെ ഇത് വേണ്ട, ഇതിൽ നിന്ന് ഒഴിവാകണം എന്ന് വിചാരിച്ച് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചാലും വീണ്ടും ഈ ലഹരി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഇറസിസ്റ്റിബിൾ ഏർജ്, നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആസക്തി അതിനോട് രൂപപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ക്രേവിങ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഘട്ടത്തിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ മാറിപ്പോകുന്നു. സാധാരണ കിട്ടുന്ന ആഹ്ലാദങ്ങളെല്ലാം നിഷ്പ്രഭമാകുന്നു. അപ്പോൾ ഈ ലഹരി ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുവായിട്ട് മാറുന്നു. സാലിയൻസ് എന്ന് പറയുന്നത്, ലഹരിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഒരാളുടെ ഉറക്കവും ഉണരുന്നതും ലഹരി തേടിപ്പോകുന്നതും അത് കിട്ടുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രാഥമിക ഒരു പ്രയോറിറ്റി ജീവിതത്തിൻ്റെ ഒരു മുൻഗണനയിലേക്ക് ലഹരി കയറി വരുന്നു. തൽഫലമായിട്ട് എന്താ സംഭവിക്കുക? ഒരു വ്യക്തിയുടെ, അയാളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പ്രവർത്തന മേഖലയിൽ അനുഭവപ്പെടുന്ന ഒരു ശോഷണം അല്ലെങ്കിൽ അതിലനുഭവപ്പെടുന്ന ആ ഒരു ഡിറ്റീറിയേഷൻ അതില്ലാതെ വരുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ലഹരി ഉപയോഗം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയിലാണ്. അത് തലച്ചോറിൻ്റെ ഒരു രോഗമാണ്. അഡിക്ഷൻ ഈസ് എ ബ്രെയിൻ ഡിസീസ് എന്ന് ശാസ്ത്രം അതുകൊണ്ടാണ് അതിനെ പറയുന്നത്. കേവലം ഒരു ദുശ്ശീലം എന്നുള്ളതിനേക്കാൾ ഉപരി, കേവലം ഒരു ഇച്ഛാശക്തിയുടെ കുറവ് എന്നുള്ളതിനേക്കാൾ, അല്ലെ ഒരു പരിശീലനത്തിൻ്റെയോ ഒക്കെ കുറവിനേക്കാൾ കൂടുതൽ ഈ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം, സമീപകാലത്ത് ഏറ്റവും നമ്മളെ ആകുലപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഈ ലഹരി ഉപയോഗം എപ്പോൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു 10-20 വർഷം മുമ്പാണ് ലഹരി ഉപയോഗം തുടങ്ങുന്നത്. 20 വയസ്സിനോ 30 ആ ഒരു കാലയളവിലൊക്കെയാണ്. ഇപ്പോഴേ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെ വളരെയധികം നമ്മളെ ആശങ്കാകുലരാക്കുന്ന ഒരു കാര്യം, ലഹരി ഉപയോഗം നന്നേ ചെറിയ പ്രായത്തിൽ 11 വയസ്സിലോ 12 വയസ്സിലോ ഒക്കെ ലഹരി ഉപയോഗം തുടങ്ങി വെക്കുന്ന ഒരു ലെവൽ, ഒരു രീതിയിലേക്ക് വരുമ്പോൾ എന്താ പറ്റുക? തലച്ചോറ് രൂപപ്പെട്ട് വരുന്ന ഒരു തലച്ചോറ് ഈ അഡിക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ടും അതിൻ്റെ ഭവിഷ്യത്തുകളും പരിണത ഫലങ്ങളും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വിപത്ത്, പലരും പറയും ഇത് പണ്ടും ഉണ്ടായിരുന്നല്ലോ ലഹരി ഉപയോഗം. പക്ഷേ അതിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരുപാട് സിന്തറ്റിക് മോളിക്യൂൾസ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, ചെറുപ്പത്തിൽ തന്നെ തലച്ചോറിലേക്ക് ഈ വസ്തുക്കൾ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വലിയ വിപത്തായി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു രോഗാവസ്ഥയാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് കാണുക. ഒരു സതുദ്ദേശപരമായ ഉപദേശങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല. അതിനോടൊരു തെറാപ്യൂട്ടിക് അപ്രോച്ച്, ഒരു രോഗത്തെ പ്രതിരോധിക്കുക, രോഗം നേരത്തെ തിരിച്ചറിയുക, ഫലപ്രദമായ ചികിത്സ കൊടുക്കുക, അങ്ങനെ ഒരു സമീപനം, അതൊരു ഡിസീസ് മോഡൽ, ഇതൊരു രോഗമാണ്, രോഗാതുരതയാണ് നമ്മൾ സമീപിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ സമീപനം മാറേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കതേപ്പറ്റി പറയാനായിട്ടുള്ളത്. ശരി ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലഹരി മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന്. അത് കൂടാതെ നമ്മുടെ ശാരീരികമായിട്ടും നമുക്കുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ അത് എന്തൊക്കെയാണ്? ലഹരി ഉപയോഗം മനസ്സിനെയും ശരീരത്തിനെയും വളരെ കാര്യമായിട്ട് തന്നെ ദോഷകരമായി ബാധിക്കും. മനസ്സിനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ മസ്തിഷ്കത്തിലെ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റുന്നു. അപ്പോൾ തന്നെ മസ്തിഷ്കത്തിൽ നിന്നാണല്ലോ, മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്നാണല്ലോ ഒരു മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും അവൻ്റെ പ്രതികരണങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് മാനസികമായ വിഭ്രാന്തിയിലേക്കും വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും അക്രമങ്ങളിലേക്കും സൈക്കോസിസുകളിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ പിന്നിൽ തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ രാസപ്രവർത്തനങ്ങൾ വരുന്ന തകരാറാണ്. അതേപോലെ തന്നെ ഈ ലഹരി തലച്ചോറിലേക്ക് എത്തിപ്പോകുന്നതിന് മുമ്പേ അത് കടന്നു പോകുന്ന വഴിയുണ്ട്. അത് വായ്ക്കുള്ളിൽ കൂടെ ആവാം, മൂക്കിനുള്ളിൽ കൂടെ ആവാം, ഞരമ്പിൽ കൂടെ ആവാം. ആ പോകുന്ന വഴി മുഴുവൻ അത് നശിപ്പിച്ചിട്ടാണ് ആ ഒരു യാത്ര തുടരുന്നത്. വായിലെ അർബുദം, ടുബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുകയില ഏത് രൂപത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഈ ഓറൽ ക്യാവിറ്റി, മൗത്ത്, നമ്മുടെ വായിലും അതിനോട് ബന്ധപ്പെട്ട ആ അവയവങ്ങളിലൊക്കെ തന്നെ അർബുദം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് ആമാശയത്തിലെത്തി കഴിയുമ്പോഴത്തേക്കിനും ഗ്യാസ്ട്രൈറ്റിസ്, അത് നമ്മുടെ കരളിലെത്തി കഴിയുമ്പോഴേക്കും കരളിൻ്റെ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നു, ഹൃദയത്തിൻ്റെ ആരോഗ്യം തകരാറിലാകുന്നു എന്ന് വേണ്ട
അതെ ഈ ലഹരി വസ്തുക്കളെയൊക്കെ പുറന്തള്ളുന്ന ഒരു പ്രധാന അവയവമാണ് മനുഷ്യൻ്റെ കിഡ്നികൾ. കിഡ്നിയും ലിവറുമാണ് നമ്മുടെ ഈ വിഷവസ്തുക്കളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ. അപ്പോൾ ഈ പോകുന്ന പാത്വേ മുഴുവൻ തന്നെ തകരാറുകൾ ഉണ്ടാക്കി, ചെറുതും വലുതുമായ ഒരു അസുഖങ്ങൾ ഉണ്ടാക്കി ആണ് ഇത് മുന്നേറുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പം ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ജിംനേഷ്യത്തിലൊക്കെ പോകുമ്പോഴത്തേക്കിന് പേശികളുടെ ആ ഉരുളിച്ച കൂട്ടാൻ വേണ്ടി, അല്ലെ പെട്ടെന്ന് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ അനാബോളിക് സ്റ്റിറോയിഡ് എന്നൊക്കെ പറയുന്ന വസ്തുക്കളൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാവരും കഞ്ചാവിൻ്റെയും MDMA-യുടെയും കാര്യം പറയുന്നു. അതല്ലാതെ മറ്റ് പല വസ്തുക്കളുണ്ട്. അതിലൊന്നാണ് ഈ ജിംനേഷ്യങ്ങളിലൊക്കെ ദുരുപയോഗം ചെയ്യുന്ന, പ്രോപ്പറായിട്ട് ജിംനേഷ്യത്തിൽ പോയി ചെയ്യുന്ന വ്യക്തികളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ദുരുപയോഗങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനത്തെ വസ്തുക്കളെ, ഉത്തേജക വസ്തുക്കളെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ള കുറുക്ക് വഴികൾ തേടുമ്പോഴേക്കും അത് ആ പേശികളെ താൽക്കാലികമായിട്ട് ചില മെച്ചങ്ങളുണ്ടാകുമെങ്കിലും പേശികളും അസ്ഥികളും ഒക്കെ ദുർബലമായി മാറുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ കാർന്ന് തിന്ന് അവൻ്റെ യൗവനത്തെയും ഓജസ്സിനെയും പ്രസരിപ്പിനെയും ഒക്കെ ഇല്ലാതാക്കി ആയുസ് കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ തന്നെ ഇല്ലാതാക്കി കളയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ, നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയ ദുരവസ്ഥയാണത്. ശരി ഡോക്ടർ നേരത്തെ പറഞ്ഞു നമുക്ക് ലഹരിയോടുള്ള ആസക്തി വളരെ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ അത് നമ്മൾ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുന്നത്? അത് പല സ്റ്റേജുകളിലായിട്ടാണ്. ഏറ്റവും പ്രധാനമായിട്ടും പ്രാഥമികമായിട്ടും വേണ്ടത് ഈ ബോധവൽക്കരണമാണ്, അവയർനെസ് ക്രിയേഷൻ. അത് പരമ്പരാഗതമായ രീതിയിൽ നിന്നും മാറി പുതിയ വസ്തുക്കളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി ശരിയായ രീതിയിലുള്ള ഒരു അവബോധം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എന്ന് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ ഈ പുതിയ തരത്തിലുള്ള ലഹരി വസ്തുക്കളെ പറ്റിയും അതിൻ്റെ അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള പ്രവണതയെപ്പറ്റിയുമായിട്ടുള്ള ഒരു അവയർനെസ്സിലെ ഒരു അപ്ഡേറ്റഡ് നോളജ് ആവശ്യമാണ്. പക്ഷേ അവയർനെസ് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഇതിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. രോഗാവസ്ഥയിലേക്ക് പോയി കഴിയുന്ന പല വ്യക്തികളും ചികിത്സയ്ക്കായിട്ടൊക്കെ വരുമ്പോൾ ഭൂരിപക്ഷം പേർക്കും അറിയാം അവർ ഈ ലഹരി ഉപയോഗിക്കുന്നത് ദോഷകരമാണ്, അത് അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളൂ. പക്ഷേ അവയർനെസ് ഉണ്ടായിട്ടും അത് പറ്റാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതൊരു രോഗാവസ്ഥയാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതിനെ തിരിച്ചറിയുക, ഏർലി ഡിറ്റക്ഷൻ, ഈ രോഗ ആസക്തിയുടെ ലക്ഷണങ്ങൾ. അതായത് ഒരു കുട്ടിക്കാണെങ്കിൽ പഠനത്തിൽ പിന്നോക്കം പോകുന്നു, ഉൾവലിയുന്നു, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതാകുന്നു, അമിതമായ ദേഷ്യം, അമിതമായ സ്വകാര്യത, കൂട്ടുകെട്ടുകൾ, പണച്ചെലവ് കൂടുന്നു തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ വരുമ്പം ഇതൊക്കെ ചില റെഡ് ഫ്ലാഗുകളാണ്. ആരും അതിൽ നിന്നും ഒരു വിമുക്തരല്ല. പലപ്പോഴും മാതാപിതാക്കൾ എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യില്ല, അവനങ്ങനെയല്ല, അവളങ്ങനെയല്ല എന്നുള്ളൊരു ഡിനയൽ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ നമ്മളത് മാതാപിതാക്കൾ ഡിറ്റക്റ്റീവുകളായിട്ട് മാറണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ ഇപ്പോൾ ഒരു ജാഗ്രതയോടുകൂടിയുള്ളൊരു ശ്രദ്ധ വേണം. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വരുമ്പം അതിനെ തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞ് അതിന് എത്രയും വേഗം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, സാധാരണ ഉപദേശം, ഗുണദോഷം, മോറൽ സ്റ്റോറീസൊക്കെ പറയുക എന്നുള്ളതിനപ്പുറം ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു മാനസികാരോഗ്യത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ആവശ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിലും ആശുപത്രികളിലും ഒക്കെ അതിനുള്ള കുറച്ചൊക്കെ സംവിധാനങ്ങൾ നമ്മളുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ചികിത്സ വേണം. ചികിത്സ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണയുള്ള ഒരു സംഗതിയാണ്. ഇതിന് ഒരു ഉപദേശമൊക്കെ പോരെ, അല്ല ചില നിയന്ത്രണങ്ങൾ പോരെ. ഉപദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വേണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ലഹരിക്ക് അഡിക്റ്റഡായി പോയിരിക്കുന്ന ആ മസ്തിഷ്കത്തെ, ആ തലച്ചോറിനെ അതിൽ നിന്നും ഒന്ന് വിമുക്തമാക്കണമെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. അതിനെ തലച്ചോറിനെ ഒന്ന് ക്ലിയർ ആക്കുന്ന, ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന ആ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയ ചിലപ്പോൾ ഔഷധ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടി വന്നേക്കാം. അതിനായിട്ട് ചിലപ്പോൾ ഒരു ലഹരി വിമുക്തി കേന്ദ്രത്തിലോ അതിന് സൗകര്യമുള്ള ഒരു ആശുപത്രിയിലോ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ചെലവിടേണ്ടി വന്നേക്കാം ആ ഒരു ഘട്ടം, ഒരു രോഗത്തിൻ്റെ അവസ്ഥ കടന്നുപോയ ആൾക്കാർക്ക് വേണ്ടി. അതുകൊണ്ട് മാത്രമാകുന്നില്ല, ഒരു മരുന്ന് കൊടുത്തുകൊണ്ട്, ഔഷധ ചികിത്സ കൊണ്ട് ഡീടോക്സിഫിക്കേഷൻ നടന്നുകൊണ്ട് മാത്രമായില്ല. അതിനടുത്ത സ്റ്റെപ്പാണ് ഇത് ലഹരി വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. അതായത് എനിക്കിതിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി അത് എൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, ഈ ലഹരി ഉപയോഗിച്ചതും ഇതിനോട് അഡിക്റ്റഡ് ആയതുമൊക്കെ
ഇതെൻ്റെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വമാണെന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുകയും അതിലേക്ക് വീണ്ടും തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി റിലാപ്സ് ചെയ്യുക എന്നുള്ളത് വളരെ സാധാരണയാണ്. ലഹരി ചികിത്സയിൽ കുറച്ച് നാൾ ചികിത്സിച്ച് കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മോട്ടിവേഷനെ നിലനിർത്തുകയും അതിനെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പരിശീലനം നേടിയിട്ടുള്ള കൗൺസിലേഴ്സ്, സൈക്കോതെറാപ്പിസ്റ്റുകൾ കൃത്യമായ രീതിയിലുള്ള മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി ചെയ്യണം. മൂന്നാമത്തേത്, ഇതൊക്കെ കഴിഞ്ഞാലും അടുത്ത ഘട്ടം പുനരധിവാസം, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് ആ വ്യക്തി സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമ്പം, സ്വന്തം തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പം, അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും നേരത്തെ ലഹരിയിലേക്ക് അവരെ നയിച്ച സാഹചര്യങ്ങളൊക്കെ അവിടെ നിലവിലുണ്ട്. സമൂഹത്തിലെ മൊത്തം ലഹരി വിമുക്തമാക്കി നമുക്കതിന് ഒരു പ്രായോഗികമായൊരു സമീപനമല്ല. അപ്പോൾ ലഹരി കൊണ്ടു കൊടുക്കുന്ന സുഹൃത്തുക്കളോ അവരുടെ ഫോൺ വിളികൾ വരാം, അവരുടെ സാമൂഹിക ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ടുള്ള ക്ഷണം വരാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആവശ്യമുള്ള ചില സ്കില്ലുകൾ, നൈപുണ്യങ്ങൾ അവർ ശീലിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, അത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ലഹരി അല്ലാതെ തന്നെ ജീവിതത്തിൽ ആഹ്ലാദവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്ന മറ്റനേകം കാര്യങ്ങളുണ്ട്. ഒരു ഓൾട്ടർനേറ്റീവ് മെനു എന്ന് പറയും. നീ ഒരു ലഹരി ഉപയോഗിക്കരുത്, അതിന് ലഹരി ഉപയോഗിച്ച് സുഹൃത്തുക്കളുമായിട്ട് സായാഹ്നങ്ങളൊക്കെ സന്തോഷകരമൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലഹരി ഉപയോഗം നിർത്തിക്കഴിയുമ്പം ആ വ്യക്തിയുടെ സായാഹ്നങ്ങൾ വിരസത വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, വീണ്ടും അതിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ അവിടെ ചില ഓൾട്ടർനേറ്റീവ്സ്, അവിടെ ചില ഓൾട്ടർനേറ്റീവ് മെനു എന്നാണ് അതിന് സാങ്കേതികമായിട്ട് പറയുന്നത്. അത് വ്യക്തിബന്ധങ്ങളാവാം, തമാശകളാവാം, ഫാമിലി ടൈം, കൃഷിയാവാം, ഹോബികളാവാം, അങ്ങനെയൊക്കെയുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങളാവാം, സാമൂഹിക പ്രവർത്തനമാവാം, രാഷ്ട്രീയ പ്രവർത്തനമാവാം, അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയെ തിരിച്ചുകൊണ്ടു പോവുക എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ. ലഹരി വിമുക്തി നേടിയ വ്യക്തികളുടെ ചില കൂട്ടായ്മകളുണ്ട്. ആൽക്കഹോളിക് അനോണിമസിനെ പറ്റിയൊക്കെ പലരും കേട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അതുപോലെ ഓരോ നിക്കോട്ടിൻ ഉപയോഗിച്ചിട്ടുള്ളവരും ഒക്കെ ചേർന്നിട്ടുള്ള ചില കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് റിലാപ്സ് ചെയ്ത് പോകാതിരിക്കാനായിട്ടുള്ളൊരു ഒരു സംവിധാനം കൂടെ നമ്മളുണ്ടാകണം. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ അവർ വളരെ പലപ്പോഴും നിരാശരും ഭഗ്നാശരുമായിരിക്കും. കാരണം അവർ ഉപദേശം കൊണ്ടോ ചികിത്സ കൊണ്ടോ ഒക്കെ പ്രയോജനം കിട്ടാതെ ചികിത്സിച്ചതിന് ശേഷം വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇനിയിപ്പം രക്ഷയില്ല, ഇത് റൈറ്റ് ഓഫ് എഴുതിത്തള്ളുകയെ മാർഗ്ഗമുള്ളൂ എന്നുള്ളൊരു നിരാശയിലേക്ക് പോകാം. പക്ഷെ അങ്ങനെയല്ല, റിലാപ്സ് ചെയ്താലും അതിനെ വീണ്ടും നമ്മൾ ആ പ്രതീക്ഷ കൈവിടാതെ സ്നേഹപൂർവ്വം അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരെ ഇൻക്ലൂഡ് ചെയ്ത്, ഒറ്റപ്പെടുത്തുക, എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതല്ല, ഇൻക്ലൂഡ് ചെയ്ത് കൂടെ നിന്ന് ചേർത്ത് നിർത്തി ഈ ചികിത്സയിലേക്ക് അവരെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കാണ് അതിൽ നിന്നൊരു വിമുക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചികിത്സകളാണ് ഒരു വശം. മറുവശത്ത് നമ്മൾ സമൂഹത്തിൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങളും വരേണ്ടിയിരിക്കുന്നു. ബാഹ്യമായ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, പോലീസ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്, നിയമ സംവിധാനങ്ങൾ ശക്തമായിട്ട് ഇടുന്നുണ്ട്, മീഡിയ വളരെ ജാഗ്രതയോടുകൂടി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എക്സ്റ്റേണലായിട്ടുള്ള ഒരു മോണിറ്ററിങ്, ബാഹ്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും നിയന്ത്രണങ്ങളും സ്കൂളിലെ ടീച്ചേഴ്സ് വളരെ അതോറിറ്റിയായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമായത്. ഇപ്പോൾ തന്നെ ഇന്നലെ ഹൈക്കോടതിയിൽ ഉത്തരവൊക്കെ വന്നു, കുറച്ചുകൂടെ അധ്യാപകർ അവരുടേതായ ഒരു ആധികാരികത, ഒതൻറ്റിസിറ്റി പ്രകടിപ്പിക്കണം. അതുപോലെ മാതാപിതാക്കൾക്കും ഒരു ഒതൻറ്റിക് പാരൻറ്റിങ്, അല്ല ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഇങ്ങനെ ഒരു ബാഹ്യ നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നിയമപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ജാഗ്രതയും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് സങ്കീർണമായ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒരു വിമുക്തി നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്, വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഡോക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കുന്നു. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ സൗഹൃദ ക്ലബ്ബുകൾ, സ്കൂളുകളിലെ ഹൈസ്കൂൾ ക്ലാസ്സുകളൊക്കെ സൗഹൃദ ക്ലബ്ബുകളിൽ ഇതൊരു പ്രധാന അജണ്ട തന്നെയാണ്. വിദഗ്ധരെ വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ് എടുക്കുകയും അവരെ നിരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ആരോഗ്യകരമായ പല മേഖലകളിലേക്കും സ്റ്റുഡൻസ് പോലീസ് ക്ലബ്ബ്, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, അങ്ങനെയുള്ള ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഓൾട്ടർനേറ്റീവ് മെനു ഒക്കെ സ്കൂളുകളിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് പഴയതിലും കൂടുതൽ ശ്രദ്ധ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കലാപരമായും കായികപരമായിട്ടും ഒക്കെ അവരെ കുട്ടികളെ കണക്ട് ചെയ്യുക, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തന രംഗത്തേക്ക് അവരെ കൊണ്ടുവരിക. അപ്പോൾ ഈ ബോധവൽക്കരണത്തിനോടൊപ്പം തന്നെ
ജീവിതത്തിൻ്റെ ആ വൈവിധ്യവും ജീവിതത്തിൻ്റെ മറ്റ് രീതികളും ഒക്കെ ആരോഗ്യകരമായ അംശങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ജീവിത നൈപുണ്യങ്ങളുടെ പരിശീലനം സർക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു പ്രശ്നം പ്രതിസന്ധി വരുമ്പോൾ അത് ലഹരി വസ്തുക്കളെ ആശ്രയിക്കാതെ സ്വന്തമായ ഒരു കഴിവ്, ഒരു നൈപുണ്യം, ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ളൊരു ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്ന ഒരു മോഡൽ കേരളത്തിലെ സ്കൂളുകളിൽ നമ്മളിപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി ഉൾപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെയും കൗമാരപ്രായക്കാരെയും ചികിത്സിക്കാൻ വേണ്ടിയുള്ള മോചന ക്ലിനിക്കുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ സംയുക്ത സംരംഭത്തിലെ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ കൂടുതൽ അത് ഉപയോഗിക്കണം. അതിലേക്ക് ഒരു സ്റ്റിഗ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മൂടി വെക്കാതെ, അതിനെ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ഒരു നിഷേധ മനോഭാവത്തോടെ ഡിനയൽ നടത്തി സ്റ്റിഗ്മ ഒരു മാനസികാരോഗ്യ സേവനം ലഭ്യമാക്കുന്നതിനകത്തുള്ള എന്തോ ഒരു പോരായ്മയോ അവജ്ഞയോ ഒക്കെ മാറ്റിവെച്ച് തുറന്ന മനസ്സോടുകൂടി ഇതൊരു രോഗാവസ്ഥയാണ്, അല്ല ഇതിലേക്ക് പോകുന്ന ഇതിൻ്റെ പ്രതിരോധം ആവശ്യമാണ് തുടങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു മാർഗ്ഗങ്ങളും സർക്കാർ തുടങ്ങി വെച്ചിരിക്കുന്നതിനോടുകൂടി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും ഒക്കെ കൈകോർത്ത് ഒരുമിച്ച് സമൂഹം ഒറ്റക്കെട്ടായിട്ട് നേരിടേണ്ട ഒരു മാർഗമാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വ്യാപിപ്പിക്കുകയും വിപുലമാക്കുകയും അത് നെറ്റ്വർക്കുകളിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്താലേ നമുക്ക് യുവതലമുറയുടെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുതാപരമായ ഒരു വിശകലനം ചൂണ്ടിക്കാണിക്കുകയാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. വലിയൊരു വിഷയം തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. ലഹരി ഉപയോഗത്തെ പറ്റിയും ഇതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ഉണ്ടായിരുന്നത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും സൈക്കാട്രിക് പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് പുന്നൂസാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ടീ ടൈം ന്യൂസുമായി ഷമി പ്രഭാകർ ചേരും.